അസ്സലാമലൈക്കും. ഇന്നലെ ഞാൻ ന്യൂസ് 18 ലൈവ് ചാനലിൽ 3 തൊട്ട് 4 വരെയുള്ള ലൈവ് ന്യൂസിൽ അതിഥിയായിട്ട്, അതായത് ലേഡീസ് ബാൻഡ് എന്നുള്ള പ്രോഗ്രാമിൽ അതിഥിയായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിലെ തന്നെ യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ചാനൽ ന്യൂസ് 18 ചാനൽ ലൈവ് ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വീഡിയോസിൽ പോകണം. വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ അതിഥിയായിട്ട് വന്ന ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ന്യൂസ് 18 ലൈവ് ചാനലുകാരോട് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ മറ്റൊരു അറബിക് ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്, ഇറാനി പോള. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു സ്നാക്കാണ്. അപ്പം നമുക്ക് ഈ പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം ഇതൊരു അറബിക് ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ചേർക്കില്ല. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് ചൂടാക്കിയിരിക്കുന്ന പാലൊന്നുമല്ല, ഫ്രഷ് മിൽക്ക് അതുപോലെ തന്നെ എടുത്തതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഇതിലേക്ക് പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. മൈദയാണ് നമ്മൾ എടുക്കുന്നത്. 1/4 കപ്പ് മൈദ നമ്മൾ ഇതിലേക്ക് ചേർത്ത് അടിച്ചെടുക്കും. ഈ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് മൈദ ഇട്ടിട്ട് വീണ്ടും ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയും ആകരുത്. ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ നമ്മളിത് അരച്ചെടുക്കണം. ഈ ബാറ്ററിന് തന്നെ നല്ല ഒരു ഫ്ലേവറാണ്. കാരണം കുരുമുളകും ഒറിഗാനോയൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതുകൊണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് ഞാൻ ചിക്കൻ ചേർത്തിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല മട്ടൺ വേണമെങ്കിൽ മട്ടൺ തയ്യാറാക്കിയെടുക്കാം, ബീഫ് ആണെങ്കിൽ ബീഫ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 280 ഗ്രാം വരും. ഇതിനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ചിക്കനെ ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇങ്ങനെയൊന്നും കട്ട് ചെയ്തെടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ അധികം നേരമൊന്നും വെച്ചിരിക്കുകയൊന്നും വേണ്ട, ഉടൻ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവോള മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈസിലെ 3 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും വേണം.
ഈ സവാള ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പച്ചമുളക് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ചരിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3 കളറിലെ ബെൽ പെപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീന്. ഇത് നമുക്ക് കുറേശ്ശെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഇതേ പാനിൽ തന്നെയാണ് പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി സവാള വഴറ്റിയെടുക്കുന്നത്. ഈ എണ്ണയിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 കളറിലെ ബെൽ പെപ്പേഴ്സ് ഇട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് വഴണ്ടി വരുന്ന നേരം നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഇത്രയും മതിയാകും. അപ്പം നമുക്ക് ഈ പോളയിൽ ചേർക്കാനുള്ള ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. പിന്നെ ഈ പോള തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ വട്ടത്തിലുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ വാവട്ടം ആകുമ്പോഴേക്ക് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 18 cm ആണ് ഇതിൻ്റെ ചുറ്റളവ്. ഈ അളവിലുള്ള ഒരു പാത്രത്തിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് കരിയാൻ സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിന് മീതെയാണ് ഞാൻ ഈ പോള ഉണ്ടാക്കേണ്ട പാത്രം വെക്കുന്നത്. ഇതൊന്ന് ചൂടാകുന്ന സമയം നമ്മൾ ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കും. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ബട്ടർ നമ്മൾ ചുറ്റിക്കുമ്പം ഈ പാത്രത്തിൻ്റെ ഈ വശങ്ങളിലേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പോള ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് പാത്രമാണ്. ബട്ടർ എല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒഴിക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നേർ പകുതി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. മാവ് ഇതുപോലെ പകുതി ഒഴിച്ച ശേഷം ഒരു അടപ്പ് കൊണ്ട് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് ഇത് വേകാനായിട്ട് വെക്കാം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ പകുതി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും.
വീണ്ടും നമ്മൾ ബാക്കിയിരിക്കുന്ന മാവ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി അതൊന്ന് വെന്തിട്ട് ഈ മസാലയുടെ ബാക്കി ഭാഗവും വെച്ച് കൊടുത്ത് ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാകും. ബാക്കി പകുതി മസാല ഇനി ബാക്കിയിരിക്കുന്ന ബാറ്റർ ഒഴിച്ചിട്ട് അതിന് മീതെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ബാറ്റർ കൂടി ഇതിന് പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ മസാല കവറാകത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി വീണ്ടും ഈ പാത്രം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇനി മസാല ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇതിവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഇതിന് മീതെ ബാക്കിയിരിക്കുന്ന മസാലയൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മസാല വെക്കുമ്പം ഇതിൻ്റെ സൈഡിലേക്ക് വെക്കണ്ട, കുറച്ച് സൈഡിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് മാത്രം മസാല വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ മസാല വെച്ച ശേഷം നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെൽ പെപ്പേഴ്സ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 25 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ സൈഡെല്ലാം വിട്ട് വന്നിരിക്കുന്നുണ്ടോ. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മറച്ചു വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതൊട്ടും അടിക്കു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇത് ചൂടായ ഈ പാനിലേക്ക് വെച്ചിട്ട് തന്നെ ഇതുപോലെ വേവിച്ചെടുക്കാം. ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വീണ്ടും ഇതുപോലെ മറച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടത്. എല്ലായിടവും ഒരുപോലെ വെന്ത് കിട്ടാനാണ് ഇതുപോലെ മറച്ചു വെച്ചിട്ടും വേവിച്ചെടുക്കുന്നത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഇത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് തിരിച്ചെടുക്കാം. കണ്ടോ, ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഈ ഇറാനി പോളയുടെ ഉൾഭാഗം ഇരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്.